സീറോ മലബാർ സഭ പ്രതിനിധി ഫാദർ ആന്റണി വടക്കേക്കര നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആന്റണി വടക്കേക്കര, നോക്കൂ, ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ പ്രോസിക്യൂഷൻ ശക്തമായി ഈ കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ എതിർത്തിട്ടില്ല, അതേസമയം വലിയ രീതിയിൽ ഒരു താല്പര്യവും പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രാരംഭഘട്ടത്തിലാണ് ഈ ഒരു അന്വേഷണം എന്നാണ് അവർ പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കേന്ദ്രമടക്കം ഇടപെട്ട ഒരു വിഷയമാണ്. ഛത്തീസ്ഗഡ് സർക്കാരുമായി കേന്ദ്ര സർക്കാർ അടക്കം ഈ വിഷയത്തിൽ ചർച്ച നടത്തിയതാണ്. എന്താണ് ഇന്നിപ്പോൾ കോടതിയിൽ ഈ NIA കോടതിയിൽ ട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാദത്തിനിടെ ഉണ്ടായ താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള ഒരു വിവരം? ഛത്തീസ്ഗഡ് ഗവൺമെന്റും പ്രോസിക്യൂഷനും ജാമ്യാപേക്ഷയെ എതിർത്തു എന്നാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്രകാരം എതിർത്തിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് വേണ്ടി കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ നൽകിയ ഉറപ്പിന്റെ ലംഘനമാണ് ഇത്. വഞ്ചനാപരമെന്ന് പറയേണ്ടി. കാരണം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിക്രമം തന്നെ തെറ്റാണ്. ആൾക്കൂട്ടത്തിന്റെ ആക്രോശത്തിന് വശംവരായി ഇപ്രകാരം രണ്ട് കന്യാസ്ത്രീകളെ അകാരണമായി വെട്ടിച്ചമച്ചതിന്റെ പേരിൽ കഴിഞ്ഞ 2021 തീയതി അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി ജയിലിലടച്ചിരിക്കും. ദിവസം 7 ആകുന്നു അകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്. അതിലെയും ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ആ ബെയിൽ ആപ്ലിക്കേഷനെ ഞങ്ങൾ പിന്തുണച്ചുകൊള്ളാം, എതിർക്കില്ല എന്ന് പറഞ്ഞ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്തത് വഞ്ചനാപരമായ കാര്യമാണ്. അതിനെ എതിർത്തിട്ടുണ്ട് എങ്കിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2025 വിഹാൻ കുമാർ കേസിന്റെയും 2024 പ്രബീർ കേസിന്റെയും അടിസ്ഥാനത്തിൽ ജാമ്യം ലഭിക്കാൻ അർഹതയുള്ളതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുപോലെ തന്നെ 16/6/2025 ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ തന്നെ ഡിവിഷൻ ബെഞ്ച് വിധിയുടെ അടിസ്ഥാനത്തിൽ ചൂഷണം നടന്നതായി യാതൊരു തെളിവും ഇല്ലാത്തിടത്തോളം കാലം ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം BNS വകുപ്പ് 143 പ്രകാരമുള്ള കുറ്റകൃത്യം നിലനിൽക്കുന്നതല്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഛത്തീസ്ഗഡ് സർക്കാർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ബജ്രംഗ് ദളിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മതിയായ തെളിവുകളില്ലാതെ തെറ്റായി രജിസ്റ്റർ ചെയ്ത ഈ കേസ് റഫർ ചെയ്ത് കളയുകയാണ് വേണ്ടത് എന്നുള്ളതാണ് സുചിന്തിതമായി ഞങ്ങളുടെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകയായ ജ്യോതി ശർമ്മയെ പോലീസിന്റെ കൺമുമ്പിൽ വെച്ച് ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യുകയും വേണം. അവർ കന്യാസ്ത്രീകളോട് കയർത്ത് പറഞ്ഞ കാര്യങ്ങള്, ഹിന്ദിയിൽ പറഞ്ഞ കാര്യങ്ങള്, ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ആ സ്ത്രീ കന്യാസ്ത്രീമാരോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: മുഖം അടിച്ച് ഞാൻ പൊട്ടിക്കും, പറഞ്ഞേക്കാം. വായ മൂടി ഇരുന്നാൽ മതി. ഞാൻ തെളിയിച്ച് പറയുകയാണ്, ഞങ്ങൾ ഗുണ്ടകൾ തന്നെയാണ്. വലിച്ചിറക്കി പുറത്തു കൊണ്ടുപോയി റോഡിലിട്ട് ഞങ്ങൾ നിങ്ങളെ തല്ലും. എന്താ, മനസ്സിലായില്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ 2 എണ്ണം തരട്ടെ? ഇപ്രകാരമുള്ള വാക്കുകളാണ്, ആക്രോശങ്ങളാണ് അവർ ഉപയോഗിച്ചത് എന്നുള്ളത് തികച്ചും അപലപനീയമാണെന്ന് മാത്രമല്ല കുറ്റകൃത്യമാണ്. ഇതൊരു ആൾ കൂടി 2 കന്യാസ്ത്രീമാർക്കെതിരെ ഇപ്രകാരം മതപരിവർത്തന കുറ്റം നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോ മനുഷ്യരെ കുറ്റമാക്കി മാറ്റുകയും അതുവഴിയായി പിടിച്ച് അകറ്റിടാമെന്ന് കരുതുകയും ചെയ്യുന്ന ഇന്ത്യ എന്റെ ഇന്ത്യ അല്ല. അത് നമ്മുടെയും ഇന്ത്യയാകാൻ തരമില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുക. കാരണം ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഒരു സംഘത്തെ അവിടെ കൂട്ടിക്കൊണ്ടുവരികയും വേദഗ്രന്ഥമായ ഞങ്ങളുടെ വിശുദ്ധ ബൈബിളിനെ അധിക്ഷേപിക്കുകയും ചെയ്യുക വഴി അവർ ചെയ്തത് തീർച്ചയായും മതനിന്ദയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ കന്യാസ്ത്രീകളെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന രംഗം ചിത്രീകരിച്ച് ലോകമെങ്ങും പ്രചരിപ്പിച്ച് മതപരമായ വിദ്വേഷം ഉണ്ടാക്കാനുള്ള പ്രവർത്തനം അവർ നടത്തിയിട്ടുണ്ട്. അവര് പറയുന്ന ഈ ആക്രോശം വ്യക്തമായി പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് ആ സ്ത്രീ വസ്ത്രത്തിൽ തന്നെ മൈക്കും ഘടിപ്പിച്ചാണ് വന്നിരുന്നത്. അവര് തന്നെയാണ് പിറ്റേ ദിവസം കോടതി വളപ്പിൽ കയറി ആക്രോശം നടത്തിയത്. ഇതൊക്കെയും വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. കന്യാസ്ത്രീമാർക്കെതിരെ അക്രമം കാണിച്ച ജ്യോതി ശർമ്മയ്ക്കും കൂട്ടാളികൾക്കുമെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ BNS 126 വകുപ്പ് പ്രകാരവും അതുപോലെ 190 വകുപ്പ് പ്രകാരം 101 അനുച്ഛേദം 2 പ്രകാരവും 196 പ്രകാരവും 353/3 പ്രകാരവും വകുപ്പുകൾ എടുത്ത് കേസെടുക്കാനും അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വെക്കാനുമുള്ള അധികാരം പോലീസിനുണ്ടായിരിക്കെ
എന്തുകൊണ്ടാണ് അപ്രകാരം ചെയ്യാത്തത് എന്നത് അപലപിക്കപ്പെടേണ്ട കാര്യമാണ്, അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഛത്തീസ്ഗഡ് ഗവൺമെന്റും പ്രോസിക്യൂഷനും നിരാലംബരായ 2 കന്യാസ്ത്രീമാരുടെ, നിഷ്കളങ്കരായ 2 കന്യാസ്ത്രീമാരുടെ, കുറ്റമൊന്നും ചെയ്യാത്ത 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നത് തികച്ചും മനുഷ്യത്വഹീനമായ നടപടിയാണ് എന്ന് മാത്രമല്ല സ്ത്രീക്കെതിരായ നടപടിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രോസിക്യൂഷൻ അവർ നൽകിയിരിക്കുന്ന ഇത് പിൻവലിച്ച് അനുകൂലമായി, ജാമ്യാപേക്ഷയ്ക്ക് അനുകൂലമായി അഫിഡവിറ്റ് നൽകേണ്ടതും അതുവഴിയെ എത്രയും പെട്ടെന്ന് കന്യാസ്ത്രീമാരെ ജയിൽ മോചിതരാക്കേണ്ടതും ആവശ്യമാണെന്ന് മാത്രമല്ല, ഇതിൽ പങ്കാളിയായി തീർന്ന ജ്യോതി ശർമ്മയ്ക്കും അവരുടെ കൂട്ടാളികളുമായ ബജ്രംഗ് ദൾ പ്രവർത്തകരെ എത്രയും പെട്ടെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റകൃത്യം കണ്ടെത്തി അകത്തിടേണ്ടതാണ് എന്നുള്ളതും ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫാദർ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. നാളത്തേക്കാണ് ഈ കേസിൽ വിധി പറയാനായി മാറ്റിയിരിക്കുന്നത്. ഒരുപക്ഷെ നാളെയും ഈ ഒരു ജാമ്യാപേക്ഷ തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാനായി നിശ്ചയിച്ചിരിക്കുന്നത്? നമുക്ക് വെയിറ്റ് ചെയ്യാം. ചാടിക്കേറി ജഡ്ജി ഒരു അഭിപ്രായം പറയുന്നതിന് മുൻപ് ജാമ്യാപേക്ഷയിൽ എന്താണ് തീരുമാനം എന്നുള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. കാരണം യാതൊരു കുറ്റവും ചെയ്യാത്ത നിഷ്കളങ്കരായ 2 കന്യാസ്ത്രീമാരെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ജയിലിൽ കടത്താൻ വേണ്ടി പറ്റുക? അവർ ചെയ്ത ഏതെങ്കിലും ക്ഷേമപ്രവർത്തനങ്ങൾ കാരണമാണോ? അവർ ചെയ്ത ഏതെങ്കിലും ബേസിക് വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് കൊണ്ടാണോ? അതുമല്ലെങ്കിൽ 3 കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് ജോലി നൽകാൻ വേണ്ടി അവരെ കൊണ്ടുപോയതാണോ? അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ജോലിക്ക് സ്ഥിരമായ വരുമാനം കൊടുക്കാമെന്ന് മനസ്സ് കാണിച്ചതാണോ അവർ ചെയ്ത തെറ്റ്? ഇപ്രകാരമുള്ള തെറ്റുകളാണ് അവർ ചെയ്തതെങ്കിൽ എനിക്ക് പറയാനുണ്ട്, അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്രകാരമുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, മനുഷ്യന് ഗുണകരമാകുന്ന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ, ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതൊരു കുറ്റകൃത്യമാണെങ്കിൽ ജയിലിൽ കിടക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. ഇന്ത്യയിലെ ജയിലുകൾ അതിന് പോരാതെ വരും എന്ന് നിയമപാലകരും ഗവൺമെന്റുകളും മനസ്സിലാക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജാമ്യം അനുവദിക്കുകയും ഈ കന്യാസ്ത്രീമാരെ പുറത്തുവിടുകയും ചെയ്യുക എന്നുള്ളത് ജനത്തിന്റെ പൊതുവായ വികാരമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇവിടെ ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇരട്ടത്താപ്പുകൾ കാണിക്കാൻ ശ്രമിച്ചാൽ, ഏതെങ്കിലും മന്ത്രിമാർ ഇരട്ടത്താപ്പുകൾ കാണിക്കാൻ ശ്രമിച്ചാൽ, അവർക്ക് വേണ്ടി ഞങ്ങൾ ജാമ്യാപേക്ഷയെ അനുകൂലിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും വഞ്ചനാപരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അപ്രകാരമുള്ള നടപടിക്രമങ്ങളുമായി ഗവൺമെന്റുകൾ, അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും ഒരു കാരണവശാലും മുൻപോട്ട് പോകാൻ പാടില്ല. ഞങ്ങൾക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്. ഗവൺമെന്റും പ്രോസിക്യൂഷനും അനുകൂലമായി ഈ കാര്യങ്ങളെ കാണുമെന്നും നാളെ ജഡ്ജി വിധി പറയുമ്പോൾ കന്യാസ്ത്രീമാർക്ക് അനുകൂലമായി ജാമ്യം ലഭിക്കുന്ന വിധി ഉണ്ടാകുമെന്ന് മാത്രമല്ല, കേസ് തന്നെയും ഇല്ലാതാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ബജ്രംഗ് ദളിന്റെ ആൾക്കൂട്ട വർഗീയവാദികളെ കേസെടുത്ത് റിമാൻഡ് ചെയ്യുകയും വേണമെന്നുള്ള ആവശ്യം ഞാൻ ആവർത്തിച്ചുന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ഫാദർ ആന്റണി വടക്കേക്കര നമ്മോടൊപ്പം പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.